നമസ്കാരം ശ്രീലെ. നമ്മുടെ സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖർ നേരിട്ട് ചെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഏറെക്കുറെയൊക്കെ നിറവേറ്റാം, അതിന് സർക്കാർ ആലോചിച്ചു വേണ്ടത് ചെയ്യാം എന്ന ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തു പറഞ്ഞ് പാറ്റകൾ സമരം ചെയ്യും? ഡൽഹി പോലീസ് ആണെങ്കിൽ സകല തെളിവുകളും ശേഖരിച്ച് വിരലടയാളം ഉൾപ്പെടെയുള്ള ഫേസ് റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒക്കെ തെളിവുകളെല്ലാം ശേഖരിച്ച് ഈ അക്രമം നടത്തിയ പോലീസ് വാഹനങ്ങൾ തല്ലിപ്പൊളിച്ച, അവിടെ ഈ പോലീസുകാരെ ആക്രമിച്ച ഈ സമരക്കാരെ വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. FIR-കൾ എണ്ണം കൂടി വരുന്നു. ഒടുവിൽ എത്രയാണെന്ന് നമുക്കിപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, കാരണം പോലീസ് അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാറ്റകളുടെ ഭാവി എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഈ സോനം വാങ്ചുക്ക് ഇപ്പൊ നിരാഹാരം അവസാനിപ്പിച്ചു. അദ്ദേഹം ഏതാണ്ട് സർക്കാരിന്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്തായിരുന്നു? എങ്ങനെയാണ് ഈ സമരം തുടങ്ങിയത്? ഈ സമരത്തിൽ നമുക്കറിയാം, ആദ്യം തന്നെ നീറ്റ് പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ 4-ാമത്തെ ദിവസം തന്നെ, നീറ്റ് പരീക്ഷയ്ക്ക് ശേഷമുള്ള 4-ാമത്തെ ദിവസം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് മനസ്സിലാക്കുന്നു. 7-ാമത്തെ ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണം CBIക്ക് കൈമാറുന്നു. ചോർന്നു എന്ന് വാർത്ത പുറത്തുവിട്ടത് സർക്കാരാണ്, ഇവരാരും അല്ല. ഒരു പരാതി അതിലുണ്ടായിട്ടില്ല. സർക്കാരാണ് പറഞ്ഞത് ഇത് ചോർന്നിരിക്കുന്നു, അതുകൊണ്ട് പരീക്ഷ വീണ്ടും നടത്തേണ്ടി വരും എന്ന ഒരു തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് സർക്കാർ തലത്തിൽ നിന്നാണ്, ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നാണ്. അതെ, ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. അതിനുശേഷം ഉടൻ തന്നെ പരീക്ഷ പ്രഖ്യാപിക്കുന്നു, പഴുതടച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. CBI അന്വേഷണത്തിൽ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള ആരൊക്കെയാണോ ഇതിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ 13 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായി നമുക്കറിയാം, ആദ്യമല്ല, ഇത് ഇന്ത്യയിൽ ഒട്ടാകെ ആദ്യമായാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത് എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ പ്രകടനവും ബഹളവും കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. മെഡിക്കൽ പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം. മെഡിക്കൽ പരീക്ഷയിൽ എത്ര കുട്ടികളാണ്, എല്ലാവരും പറയുന്നുണ്ടല്ലോ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പറയുമ്പോൾ എനിക്കൊരു വിയോജിപ്പ് അതിലുള്ളത്, ഏത് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ്? CBSE സ്കൂളുകളിൽ പഠിക്കുന്ന ഹൈ ക്ലാസ് ഫാമിലിയുള്ള അത്തരത്തിലുള്ള ആൾക്കാർ എഴുതുന്ന ഒരു മത്സര പരീക്ഷ മാത്രമാണിത്. അതിൽ വളരെ ചെറിയൊരു ശതമാനമാണ് അല്ലാത്തവർ എഴുതുന്നത്. ആ എഴുതുന്നുണ്ടെങ്കിലും അതിൽ എത്ര പേർക്ക്, ഈ കോച്ചിങ് ഇല്ലാത്ത എത്ര പേർക്ക് അതിൽ ഈ പരീക്ഷയിൽ ക്വാളിഫൈഡ് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ചെറിയൊരു ശതമാനമാണ്, 1-2 ശതമാനത്തിലധികം ക്വാളിഫൈഡ് ആകാൻ ഈ മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതൊരു 2-3 വർഷത്തെ, എനിക്ക് തോന്നുന്നു +2 കുട്ടികൾ തുടങ്ങും ഇതിന്റെ ടെസ്റ്റ് ഒക്കെ. അവരുടെ ടെസ്റ്റ് എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമുക്കറിയാം. നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒരു 3 വർഷത്തോളം നീളുന്നതാണ്. അത് ഈ കുട്ടികളെ +2 മുതൽ 2 വർഷവും അതിനൊപ്പം അതിനുശേഷവും വീണ്ടും ചിലപ്പോ +2 കഴിഞ്ഞ് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ വീണ്ടും അവരെ ഇങ്ങനെ പരീക്ഷയിലൂടെ ഈ ഇത്തരത്തിലുള്ള കോച്ചിങ് സെന്ററുകൾ പല പരീക്ഷകൾ വിട്ട് അങ്ങനെ പഠിപ്പിച്ചാണ് കൊണ്ടിരുന്നത്. അത് നമുക്കറിയാം. കൂടുതൽ കുട്ടികൾ ഉള്ളത് ഹൈ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് മെഡിക്കൽ എൻട്രൻസിൽ കൂടുതൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഈ പ്രഹസനവും ഈ സമരവും നടത്തുമ്പോൾ ജോലിക്ക് വേണ്ടി കേരളത്തിലെ PSC പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? ജോലിക്ക് വേണ്ടിയുള്ള യുവജനങ്ങൾ കേരളത്തിൽ അവരെ മുട്ടിലിഴഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള സമരപരിപാടികളാണ് തലസ്ഥാനത്ത് അരങ്ങേറുന്നത്? മണ്ണ് നിന്ന് സമരം നടത്തി. അങ്ങനെ അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം ഇതിൽ കൃത്യമായ നടപടി ഉണ്ടായപ്പോൾ, അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടി എടുത്ത് വീണ്ടും പരീക്ഷ നടത്തി, വീണ്ടും കുട്ടികൾ, 1ാം റാങ്ക് കിട്ടിയ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിരുന്ന് പഠിക്കുകയല്ല, അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല, നമ്മൾ പ്രതിഷേധം ഉയർത്തണം. പ്രതിഷേധത്തിന് എല്ലാ സമരങ്ങളും എല്ലാ പ്രതിഷേധങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമാണ്. പക്ഷെ ആ പ്രതിഷേധങ്ങൾ വളരെ സമാധാനപരമായിരിക്കണം, അല്ലെങ്കിൽ അത് വളരെ അങ്ങനെയാണെങ്കിൽ സർക്കാർ തന്നെ ആ സമരത്തെ അഡ്രസ് ചെയ്യാനെത്തും. നമുക്കറിയാം, ഒരു കഴിഞ്ഞു പോയൊരു കാര്യം, അതായത് പരീക്ഷ കഴിഞ്ഞ് സമരം തുടങ്ങുന്നു.
അഭിജിത് ദീപ്തെ പരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് സമരം തുടങ്ങുന്നത് തന്നെ. പരീക്ഷ പ്രഖ്യാപിച്ചു, പരീക്ഷ ഭംഗിയായി നടത്തി, അടുത്ത കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ആരംഭിച്ചു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമര പ്രഹസനം നടത്തിയത്? അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഈ സമര പ്രഹസനം വെറും ഒരു പ്രഹസനമല്ല. ഇനി അതുമാത്രമല്ല, ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ഏതെങ്കിലും യുവജനങ്ങളെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ബാധിക്കുന്ന വിഷയമാണോ കോടതിയിൽ അഡ്രസ് ചെയ്യപ്പെട്ടത്? യഥാർത്ഥത്തിൽ വ്യാജ ബിരുദവുമായി കോടതികൾ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ, ആ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം സീനിയർ അഡ്വക്കേറ്റ്സ് ആക്കാൻ അവർ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോഴാണ് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ്. ഇവിടുത്തെ യുവജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ വാചകമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിങ്, അതായത് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള വിഘടനവാദികളുടെയും ഖലിസ്ഥാനികളുടെയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവരുടെയും അതിനൊപ്പമുള്ള സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നീക്കം, ഇവരെല്ലാം ചേർന്ന് ഇപ്പോ ഒരു അവസരം കിട്ടിയപ്പോൾ സിപിഎമ്മും കോൺഗ്രസും ഒക്കെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് രാജ്യവിരുദ്ധരുടെ കൂടെ ചേർന്ന് നിന്ന് കാണിക്കുന്ന കോപ്രായമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായം പറയുന്നവരെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. യാതൊരു അടിസ്ഥാന രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇല്ലാത്ത, എന്താണ് ലോകത്ത് നടക്കുന്നതെന്ന് പോലും അറിയാത്ത ജെൻസി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു അക്കൂട്ടത്തിലുമുണ്ട്. ഇന്ന് വരെ യാതൊരു വിഷയത്തിലും അഭിപ്രായം പറയാത്ത ചില സിനിമാ നടിമാർ, ചില സിനിമാ നടന്മാരുടെ മക്കൾ, അങ്ങനെയുള്ള ചിലർ പെട്ടെന്ന് ടൂൾ ചില അവതാരകർ, ചില ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ, വേടനെ പോലുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള, മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ളവർ, ഇവരുടെയൊക്കെ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് വലിയ രീതിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി സിപിഎമ്മിനും കോൺഗ്രസിനും ഒക്കെ കച്ചവടം പൂട്ടിയ അവസ്ഥയിലാണ്. ഒന്നും ചെയ്യാനില്ല. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സമരം നടത്താൻ ഒരു കാരണം പോലും ഇല്ല. കുറച്ചു ദിവസം ആളെയും കിട്ടുന്നില്ല. അപ്പൊ കുറച്ചു ദിവസം ഒരു പണിയുമില്ലാതെ വന്ന് തിരുവനന്തപുരം നഗരസഭയുടെ കവാടത്തിൽ വന്നിരുന്നു. അത് സുഗതൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു അന്ന് സമരം അവസാനിപ്പിച്ച് തിരിച്ചുപോയി. അതായത് സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള സമരമായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നേരെ തിരിച്ചുപോയി. അപ്പൊ വീട്ടിൽ പണിയൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഈ വിഘടനവാദികളുടെ പണം കൂടിയായാൽ ഞാൻ ചോദിക്കട്ടെ, ഈ യാതൊരു ജോലിയുമില്ലാതെ തിരുവനന്തപുരത്തും കേരളത്തിലുടനീളവും കറങ്ങി നടക്കുന്ന ഇവർക്കൊക്കെ എവിടെ നിന്നാണ് കോടികളുടെ ആസ്തി ഉണ്ടാവുന്നത്? സത്യത്തിൽ ഞാൻ കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തും. ഇവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം, ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഇവർക്കൊക്കെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ഈ ഒരു ജോലിയുമില്ലാതെ നടക്കുന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു പണിയും ചെയ്യാതെ നടക്കുന്ന പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരൊക്കെ ഈ ഡൽഹിയിൽ ഇപ്പോഴത്തെ ഫ്ലൈറ്റ് ചാർജ്, കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റ് ചാർജ് 18,000 മുകളിലാണ് ഒരു ഭാഗത്തേക്ക്. ഏതാണ്ട് ഫ്ലൈറ്റ് ചാർജ് തന്നെ ഏതാണ്ട് ഒരു 40,000 രൂപ അടുത്ത് വരും. പിന്നെ ഡൽഹിയിലെ താമസം, അവിടുത്തെ ഭക്ഷണം അടക്കമുള്ളവർ ദിവസങ്ങളോളം ഇവിടെ വന്ന് എങ്ങനെ ക്യാമ്പ് ചെയ്യും? പിന്നെ ഈ സിനിമാ നടിമാരെ ഇപ്പൊ രഞ്ജിനി ഹരിദാസ് വന്നു, രഞ്ജിനി ഹരിദാസ് കളിയാക്കുന്നു, രഞ്ജിനി ഹരിദാസ് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. രഞ്ജിനി ഹരിദാസ് ഒക്കെ ഒരു പണവും ഇല്ലാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടുന്നില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വിഷയത്തിലും ഇറങ്ങി പുറപ്പെടാത്ത ആൾക്കാരൊക്കെ എങ്ങനെയാണ് പുറപ്പെട്ടത്? ആകെ 500 പേരുള്ള സിനിമയിലെ പ്രശ്നം തീർക്കാൻ അവിടെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്ന, ഒരക്ഷരം ഉരിയാടാതിരിക്കുന്ന അവിടുത്തെ സിനിമാക്കാരെങ്ങനെയാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുക? അക്കൗണ്ടിൽ പണം ചെന്നില്ലെങ്കിൽ ഒരു സിനിമാക്കാരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ കയ്യിലെങ്കിലും കൊടുക്കണം, കെട്ടുകളായി കയ്യിലെങ്കിലും എത്തണം. ഒരു സംശയം അക്കാര്യത്തിൽ അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ശ്രീലെ. നേരത്തെ ആണെങ്കിൽ ചില മുൻനിര നടന്മാരാണ്, നേരത്തെയൊക്കെ ഈ നമ്മൾ CAA വിരുദ്ധ സമരത്തിലൊക്കെ കണ്ടല്ലോ, ചില മുൻനിര നടന്മാരാണ് ഈ ആ ബില്ലിനെതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. ഒരു ഒന്നാം നിര, രണ്ടാം നിരയിലുള്ളവരൊന്നും ഇല്ല. സത്യത്തിൽ ഒരു മൂന്നാം നിരയിലോ അതിന് പിന്നിലോ ഉള്ളവരൊക്കെയാണ് ഇപ്പോൾ ഈ രംഗത്ത് വരുന്നത്. അതിൽ തന്നെ പിന്നെ അപൂർവമായിട്ട് ചില പ്രമുഖ മഹാനടന്മാരുടെ മക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് സോഷ്യൽ മീഡിയ മുഴുവനും പരതിയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് മലയാളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. തമിഴിൽ നിന്നോ തെലുങ്കിൽ നിന്നോ കന്നഡയിൽ നിന്നോ ഒന്നും ഈ കാര്യത്തിൽ ഈ തരത്തിലുള്ള ഇടപെടലില്ല. ബോളിവുഡിൽ നിന്നുണ്ട്, പക്ഷെ അവർ സമരത്തിന്റെ കാരണത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഈ അക്രമ സമരത്തെ അവർ അനുകൂലിക്കുന്നില്ല, ശക്തമായി എതിർക്കുന്നു. സൽമാൻ ഖാനെ പോലെയുള്ളവർ വരെ അത് പറഞ്ഞു കഴിഞ്ഞു. ഈ അക്രമ സമരം ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞാണ് അവർ. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ ജെനുവിനിറ്റിയെ കുറിച്ച് അവർക്ക് യോജിപ്പുണ്ട്, പക്ഷെ ചെയ്യുന്ന നടപടി
അതിന് സ്വീകരിച്ചിരിക്കുന്ന മാർഗം അതിനോട് അവർ യോജിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഈ തരത്തിൽ ഈ അക്രമ സമരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്താലും വേണ്ടൂല, ഡൽഹി കത്തിക്കണം, മോദിയെ പിന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് വരെ പറയുന്ന വീഡിയോ ഉണ്ട്. ഇപ്പൊ മലയാളികൾ വരെ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു സ്ത്രീ പറയുന്നത് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, മോദിയെ തീർക്കണം എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മലപ്പുറത്ത് ഇരുന്നുകൊണ്ടൊരു യുവാവ് പോസ്റ്റ് ഇട്ടതാണ്, പിന്നെ ഡൽഹിയിലെ പോലീസിനെ അങ്ങനെ ആടിച്ചൊതുക്കി വളരെ ആവേശപൂർവ്വം ഇന്ന് വന്നിരുന്ന് കരയുകയാണ്, അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വന്നിരുന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട്. എന്തായാലും ഈ പാറ്റകളുടെ ഭാവി ഏതാണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങേക്ക് തുടരാം. പ്രശാന്തെ, അക്രമ രാഷ്ട്രീയം ആരാണ് ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കേരളത്തിലുള്ളത്രയും അക്രമ രാഷ്ട്രീയം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ? ഇപ്പൊ BJP പറയുമ്പോ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചൊതുക്കി ഇത്തരത്തിലുള്ള ബലിദാനികളെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന രീതി എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ത് ചെയ്താലും വേണ്ടില്ല, ജനാധിപത്യമൊക്കെ വെറുതെ പറയുന്നതാണ്. അക്രമ രാഷ്ട്രീയത്തെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കാത്ത, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാത്ത ആൾക്കാർ തന്നെയാണ്. ജനങ്ങൾ ഇപ്പൊ തൂത്തെറിഞ്ഞത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, അത് മാർഗമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരത്തിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകാരം കേരളത്തിൽ നിന്ന് കിട്ടുന്നത്. ജനാധിപത്യം എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള ഫണ്ട് കിട്ടിയിട്ടുള്ളത്? അതാണ് ആദ്യം പറയേണ്ടത്. ഇവരുടെ യാത്ര നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാണ്, നാഗാലാൻഡിൽ നിന്നൊരാൾ ഏതാണ്ട് പിന്നെ 67,000 രൂപയുടെ പിസ്സ ഓർഡർ ചെയ്തിരിക്കുന്നു. ഈ പിസ്സയൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവിടെ. അതിനകത്ത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം, ഈ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ പേയ്മെന്റ് വരുന്നത് കൂടുതലും കേരളത്തിൽ നിന്നാണ്, ഈ ഓർഡർ ചെയ്യുന്നതും കേരളത്തിൽ നിന്നാണ്. ഇത്തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. അതായത് ഈ സമരത്തിന്റെ ഫണ്ടിങ്, അതിന്റെ ഉറവിടം, ഈ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണം, അതിന് നിർദ്ദേശം കൊടുക്കണം. ഇത് പോലീസോ മറ്റോ ഇത് അന്വേഷിക്കുന്നില്ല, അവർ ഉദാസീനമായിട്ട് ഇത് തള്ളിക്കളയുന്നു, അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജി വന്നിട്ടുണ്ട്. ആ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്മേലുണ്ടാകുന്ന നടപടി എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ആൾക്കാരെ അവിടെ അസംബിൾ ചെയ്ത്, ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന്, ഇത്രയും ആൾക്കാരെ അവിടെ, കുറച്ചേറെ ആൾക്കാരെ അവിടെ എത്തിച്ച് ഇത്രയും ദിവസം അവർ സമരം ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ സാമ്പത്തികമായി അവരെ സഹായിക്കുന്ന ഒരു സ്രോതസ് ഉണ്ട് എന്നുള്ള കാര്യം ഒരു സംശയലേശം തന്നെ നമുക്കറിയുന്ന കാര്യമാണ്. എവിടെയാണ് സംശയത്തിന് ഒരു വക പോലും? ശ്രീലയ്ക്ക് ഓർമ്മയുണ്ടോ അണ്ണാ ഹസാരയുടെ സമരം നടക്കുമ്പോൾ ഡൽഹിയിൽ? ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. ഡൽഹിയിൽ മറ്റൊരു വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ പോയിരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവര് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് ഈ അവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള, അത് വളരെ നാമമാത്രമായ, വളരെ ലളിതമായ ഭക്ഷണം, ഈ പറയുന്ന പിസയും ബർഗറും ഒന്നുമല്ല, വളരെ നാമമാത്രമായ ഭക്ഷണം അവിടെ ഈ റോട്ടിയും സബ്ജിയും ഒക്കെ കൊടുക്കുന്ന, അല്ലാതെ ഓംലെറ്റ് ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. അവിടെ കൊടുക്കുന്നതായിട്ട് അതൊക്കെ ടിവിയിലൊക്കെ കാണിക്കുകയും ചെയ്തു, ചാനലുകളെല്ലാം അത് കാണിക്കുകയും ചെയ്തു. അവര് ആശാ വർക്കർമാരുടെ സമരം നടന്നു. കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗക്കാരായ ആശാ വർക്കർമാർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ സമരം നടന്നിട്ട് കേരളത്തിൽ ഇവരുടെ നിലപാട് എന്തായിരുന്നു? അവരുടെ സമരത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പിരിവുകൾ, അവരവിടെ ബക്കറ്റ് വെച്ച് ആ നടത്തിയ പിരിവുകൾ കൊണ്ടാണ് അവരും ആഹാരം കഴിച്ചു പോകുന്നത്. ആ സമരത്തോടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു? എന്നാൽ ഈ സമരത്തോടെ എല്ലാം കഴിഞ്ഞു, പ്രശ്നങ്ങൾ കെട്ടടങ്ങിയ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന, ഇപ്പൊ വിസ്മയ മോഹൻലാൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഈ കുട്ടികളൊക്കെ ചുമ്മാതെ ഇൻസ്റ്റ തോണ്ടിയിരിക്കുന്ന, ആദ്യഘട്ടത്തിൽ ഇത് വിദ്യാർത്ഥികളുടെ സമരമാണ് എന്ന രീതിയിലാണ് പലരും പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ മെഡിസിന് പഠിക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ എഴുതിയിട്ട് കിട്ടാത്തവരെല്ലാം വിചാരിക്കുന്നത് അവർ ഈ എൻട്രൻസിന്റെ കൊണ്ട് കിട്ടാത്തതാണെന്നാ. ഇതിനകത്ത് കിട്ടാത്തവർക്ക് കിട്ടില്ല, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ ഇവരൊക്കെ ഏതാണ്ട് 2 ലക്ഷമോ മറ്റോ ആണ് മൊത്തം സീറ്റുകൾ. ഈ നമ്മള് ദന്തൽ അടക്കം എടുത്ത് നോക്കിയാൽ അത് എണ്ണം അതിൽ കൂടുതലൊന്നുമില്ല, 2 ലക്ഷത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ വരും. പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം 22 ലക്ഷമാണ്. ഇതിൽ എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്.
ബാക്കി 20 ലക്ഷം പേരും എല്ലാ മാതാപിതാക്കൾക്കും തൊഴിഞ്ഞു ചാരാൻ പോവുകയാണ്. ഒരു എക്സ്ക്യൂസ് ആയി, അതെ മക്കൾക്കും അതെ മാതാപിതാക്കൾക്കും ചാരാൻ ഒരു എക്സ്ക്യൂസ് ആയി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് ശരിയാണ്. മനുഷ്യരല്ലേ ഇതെല്ലാം, ഇത് ഏതെങ്കിലും മനുഷ്യരൊക്കെ ആണല്ലോ. ഇതിൽ പണത്തിനാർത്തി നമ്മളിപ്പോ എത്ര സൂക്ഷ്മമായി ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താലും പണത്തിന് ആർത്തിയുള്ള ഒരാൾ അതിനകത്ത് വന്നു പോയെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അത്തവണ ചോർത്താൻ തീരുമാനിച്ചാൽ അത് ചോരും സാധാരണഗതിയിൽ. അതിന് നിയമ നടപടി അതെ എടുക്കുക എന്നല്ലാതെ നരേന്ദ്രമോദിക്ക് പ്രതിരോധ വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇരുന്ന് ചോദ്യം ഉണ്ടാക്കി അടുത്ത ദിവസം അയച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് പലയിടത്തും സംഭവിച്ചിട്ടില്ലേ? ആദ്യമായിട്ടാണോ ചോദ്യപേപ്പർ ചോരുന്നത്? അല്ല എത്രയോ ഘട്ടങ്ങളിൽ ഈ മെഡിക്കൽ എൻട്രൻസ് അടക്കമുള്ള പല ഇതിനെയും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കുന്ന, ആ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്തൊരു സർക്കാർ ഉള്ളപ്പോൾ, കൃത്യമായി നിലപാടെടുത്തൊരു സർക്കാർ ഉള്ളപ്പോൾ, ആ സർക്കാരിനെതിരെ ഇപ്പോൾ നടത്തുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായി ഒരു തരത്തിലും BJP സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയില്ല. ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങി അഴിമതിയില്ലാത്തൊരു സർക്കാരാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി കഴിഞ്ഞ 13 വർഷമായി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി, എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു, ബഹളം വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് നേരെ നിന്നൊരു മിണ്ടാനുള്ള ധൈര്യം നരേന്ദ്രമോദിയുടെ മുന്നിലില്ല. യഥാർത്ഥത്തിൽ ആരെയെങ്കിലും ഇത്രയും പേരെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ടൊരു സമര പരിപാടി സ്വന്തമായി നടത്താൻ കഴിയുമോ? വല്ലവരുടെ അക്കൗണ്ടിൽ ഈ സമരം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഷോ കാണിച്ചതല്ലാതെ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹൈജാക്ക് ചെയ്തു. ആ സമരത്തെ ഹൈജാക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾക്കെതിരെ സംസാരിക്കാൻ നമ്മളെ പോലും പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് കാണിക്കുന്ന ആളാണ്. അയാൾ പണ്ടും കാണിക്കുന്നതാണ്. തട്ടുകടയിൽ ഓടിക്കേറുന്നു, അവിടെ നിന്ന് പിന്നെ തൈര് സാദം കഴിക്കുന്നു, പിന്നെ തമിഴ്നാട്ടിൽ വന്ന തൈര് സാദം, കേരളത്തിൽ വന്ന പഴംപൊരി, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് അപ്പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിയില്ല. അത് നമുക്കറിയാം. അതെ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമരത്തിന്റെ ഭാവി എന്തായിരിക്കും ശ്രീലേ? അതുകൂടെ പറഞ്ഞു നമുക്ക് അംഗീകരിക്കപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടന പോലുമല്ല CJP, ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ഈ ആൾക്കൂട്ടം ഇപ്പൊ വരുന്നു. ഇതിൽ പലരും നമുക്കറിയാം പാസ്പോർട്ട് അടക്കമുള്ള റദ്ദാക്കാനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അക്രമം കാണിച്ചാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനയും നീതിന്യായ സംവിധാനവും BNSS ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെല്ലാം നിയമ നടപടി വേണ്ടി വരുന്നത് ഈ സമരത്തിൽ അക്രമം കാണിച്ചവർ തന്നെയാണ്. അക്രമം കാണിച്ചവർ ഒറ്റപ്പെട്ടു പോവുകയും അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ഈ സമരത്തിൽ കാര്യമായി സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ തന്നെ പലർക്കും മനസ്സിലാക്കി കഴിഞ്ഞു ഇതിന്റെ പിന്നിലെ ഹിഡൻ അജണ്ട. ഈ ഹിഡൻ അജണ്ട മനസ്സിലാകുന്നതോടുകൂടി വിദ്യാർത്ഥികളും പോകും. ഇപ്പൊ വിസ്മയ മോഹൻലാലൊക്കെ അഭിപ്രായം പറഞ്ഞു, അവർക്കൊന്നും രാഷ്ട്രീയ ബോധ്യമോ ഒന്നും കേരളത്തിൽ നിന്ന് പോയ കുട്ടികളെ അടിക്കുന്നു. ഒരു നിമിഷം, ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കേരളത്തിൽ നിന്ന് പോയ ഒരു ആള് സമരപന്തലിൽ ചെന്നിട്ട് പറഞ്ഞ കാര്യം മനോരമ അതെടുത്ത് വാർത്തയാക്കി കൊടുത്തു. പക്ഷെ ഇപ്പോൾ അത് മനോരമയുടെ സൈറ്റിൽ നോക്കിയാൽ അത് കാണുന്നില്ല. മനോരമയുടെ യൂട്യൂബിൽ അതില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അയാൾ പറയുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ലോകാവസാനം പാറ്റകൾ പോലെയുള്ള ക്ഷുദ്രജീവികൾ വരും. ഇതാ വന്നിരിക്കുകയാണ്, ഇത് ഒരു അവസാനത്തിന്റെ തുടക്കമാണിത്, അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ മതപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് നേരത്തെ CAA വിരുദ്ധ സമരത്തിൽ നമ്മൾ കണ്ടതാണ്, ഷഹീൻബാഗ് കലാപത്തിൽ നമ്മൾ അത് കണ്ടതാണ്. അപ്പോ അങ്ങനെ ഒരു സാധനം അത് മനോരമ തന്നെ അതെടുത്ത് പുറത്തു വിട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം മനോരമ അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു കലാപം നടത്താനുള്ള ആസൂത്രിതമായ ശ്രമത്തിന് അപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. കുട്ടികളെ മുൻനിർത്തി കുട്ടികളെ പറഞ്ഞുകൊണ്ട് ആസൂത്രിതമായി, അതായത് ജൻസി കലാപം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയാം നേപ്പാളിലും അതുപോലെ ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ബംഗ്ലാദേശിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജൻസി കലാപം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നരേന്ദ്രമോദിയെ പുറത്തിറക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു കലാപത്തിന് കൊപ്പ് കൂട്ടുകയായിരുന്നു. അതാണല്ലോ രാഹുൽ ഗാന്ധി ഓടി നേരെ പ്രധാനമന്ത്രി താമസിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയുടെ അടുത്തേക്കൊക്കെ എത്തിയത്. അദ്ദേഹം വിചാരിച്ചു അയാളുടെ പുറകിൽ നിന്ന് എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് ഇപ്പൊ മോദിയെ, കാരണം 13 വർഷമായി ഭാവി പ്രധാനമന്ത്രിയായി തുടരുന്നതിന്റെ അസ്വസ്ഥത നല്ലവണ്ണമുണ്ട്. അപ്പൊ എങ്ങനെങ്കിലും ഒരു പ്രധാനമന്ത്രിയാകാൻ എന്തെങ്കിലും മാർഗം കിട്ടുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് ഓടി നടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്ത്രപൂർവ്വമായി ഒഴിഞ്ഞത് ശശി തരൂരാണ്. ശശി തരൂരിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ശശി തരൂരിന്റെ ശശി തരൂരിന് കുറച്ചുകൂടി വിവരമുള്ളതുകൊണ്ട് ശശി തരൂരൊന്നും ഇത്തരം ഗിമ്മിക്കുകൾ പോയി ചാടില്ല. അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒന്ന് മാറി നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിളിച്ച MP-മാരെയും പിറന്നാൾ ആഘോഷമാണെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയത്, അല്ലാതെ സമരത്തിന് പോവാന്ന് പറഞ്ഞിട്ടില്ല. നോക്കുമ്പോ ഒരു സമരം കാണുന്നു, ഓടിച്ചെന്ന് ഇടിച്ചു കയറുന്നു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ വല്ലവരുടെ അക്കൗണ്ടിൽ കയറി സമരം ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമത്തിന് പുറത്തേക്ക് ഇതൊന്നുമില്ല. ഇതിപ്പോ ഈ സമരം
ഒന്നാമത് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിന്റെ റൂട്ട് കോസിൽ നിന്ന് ഈ സമരം മാറിപ്പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരം പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. സോനം വാങ്ചുക്കിനെ സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അത് ശരിയായ ഇന്റൻഷൻ ആണെങ്കിൽ ചർച്ച നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഇന്റൻഷൻ ശരിയായ ഇന്റൻഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളോ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രശ്നമായ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തി അക്രമികളെ പൊതുജന സമൂഹത്തിൽ കൊണ്ടുവരണം. ഇതിന്റെ അജണ്ട എന്താണെന്ന് അന്വേഷിക്കണം. CBI അന്വേഷണം അടക്കം വേണം. സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ഓരോരുത്തരും ഇവിടെ വന്ന് ഈ സമരത്തിന് വന്നവരുടെ ഒക്കെ സാമ്പത്തിക, പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധേയമായി നോക്കേണ്ടത് കേരളത്തിലേക്കാണ്. ഏറ്റവും കൂടുതൽ അട്ടിമറി സാധ്യത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ട്. NIAയുടെ വിങ് ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേക വിങ് കേരളത്തിലെ പൊതുപ്രവർത്തകരെയും കേരളത്തിലെ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെയും ഇത്തരത്തിലുള്ള ആൾക്കാരെയും ഒക്കെ നോക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിങ് വേണം. ഇവരുടെ സാമ്പത്തിക സ്രോതസ് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് ഇവരൊക്കെ കാറ് വാങ്ങുന്നു, ഇവരൊക്കെ വീട് വാങ്ങുന്നു, ഇവരൊക്കെ സ്ഥലം വാങ്ങിക്കുന്നു. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എറണാകുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴിക്കോടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിത സാഹചര്യം മാറുകയാണ്. തിരുവനന്തപുരത്ത് ആ അളവിലില്ലെങ്കിലും കൂടുതൽ എറണാകുളവും കോഴിക്കോടും ഒക്കെയാണ്. ജീവിത സാഹചര്യങ്ങൾ മാറിയ പലരെയും എനിക്കറിയാം. പെട്ടെന്ന് ജീവിത സാഹചര്യങ്ങൾ മാറുന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാവുന്നു. പെട്ടെന്ന് കാറ് വാങ്ങിക്കുന്നു. അവർ പറയുന്ന ചെറിയ വേറെ ഒരു പണിയും കാണത്തില്ല. ചെറിയ ഉദ്ഘാടനങ്ങളിൽ നിന്ന് കിട്ടിയതാണ്, അവാർഡിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് അവാർഡാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. തീർച്ചയായും കേരളം ഏറ്റവും വലിയ ഒരു ഹബ്ബായി, തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ഒക്കെ ഹബ്ബായി മാറുന്നു എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും പറയാം. ഇത് പറയുമ്പോൾ ഇനി കേരളമാണെന്ന് പറഞ്ഞാൽ എന്നോട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. 100 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടും. ആ നിലപാടിൽ എനിക്ക് മാറ്റമേ ഇല്ല. മറിയം, സോണിയ സെബാസ്റ്റ്യൻ, നിമിഷ ഫാത്തിമ, അഖില ഹാദി അടക്കമുള്ള 100 ഉദാഹരണങ്ങൾ എന്റെ മുമ്പിൽ ചൂണ്ടിക്കാട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രാണേഷ് കുമാർ പിള്ള, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം വലിയ രീതിയിൽ കേരളത്തിലെ ആൾക്കാരെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സിനിമാക്കാരുടെ ഇടയിൽ കഴിഞ്ഞ 13 വർഷമായി കാണാനില്ലാത്ത, കുറെ വർഷങ്ങളായി കാണാനില്ലാത്ത ഒരാളായിരുന്നു നമ്മുടെ സംവിധായകൻ ആഷിഖ് അബു മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയ ഒന്ന് ഒതുങ്ങിയിരുന്നത്. സിനിമയിൽ ഇപ്പൊ പ്രശ്നം വന്നു. മട്ടാഞ്ചേരി മാഫിയയുടെ ചില ഇടപെടലുകളുണ്ട് സിനിമയിലും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ എല്ലാവരും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന്റെ ആ കാരണം എന്താണെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നമുക്ക് വ്യക്തവും കൃത്യമായി മനസ്സിലാവുന്നത് വിഘടനവാദികൾ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിയത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. രാജ്യത്ത് അരാജ്യത്തെ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ആ നീക്കത്തെ ശക്തമായി തന്നെ പ്രതിരോധിക്കണം. തീർച്ചയായിട്ടും നമുക്ക് തുടർ നടപടികൾ സർക്കാരിൽ നിന്ന്, പോലീസിൽ നിന്നുണ്ടാകുമെന്ന് കരുതാം. എന്തായാലും സമരം പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമാകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഒരു ജെനുവിൻ ആവശ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സമരം പിന്നീട് അക്രമത്തിലേക്ക് വഴിമാറുന്നതാണ് ലോകം കണ്ടത്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. നമുക്ക് വീണ്ടും ഈ വിഷയവുമായിട്ട് വരാം. നന്ദി, നമസ്കാരം. നന്ദി.